ബാധാദോഷം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം തോന്നുന്നത് ആരോ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച കണ്ടിട്ട് നമ്മൾക്ക് ആരോ ഇത് കണ്ണുവെച്ചതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും വശീകരിച്ചതാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥം എന്താണ്? മനുഷ്യരുടെ മനസ്സാണ് ഏറ്റവും വലിയ ദോഷമുണ്ടാക്കുന്നത്, അതായത് ബാധാദോഷം ഉണ്ടാക്കുന്ന കാര്യം. പലപ്പോഴും എനിക്ക് ബാധ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം വരുമ്പോൾ ആ ഭയമാണ് നമ്മുടെ ശക്തിയെ കുറയ്ക്കുന്നത്. ആ ഭയവും ആശങ്കയും ആലോചനകളും എല്ലാം ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തളരുന്ന അവസ്ഥയുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾ വെളിയിലേക്ക് പറയാനും പറ്റത്തില്ല. എല്ലാവരുടെ മുന്നിലും നമ്മൾക്ക് ക്ലീൻ ഇമേജാണ്. ആ ക്ലീൻ ഇമേജിനെ പക്ഷേ എങ്കിലും മനസ്സിൽ അനുഭവിക്കുന്ന സംഘർഷം പലതായിരിക്കും. കാരണം പുറത്ത് എത്ര തെറ്റുകാരനല്ല എന്ന് സങ്കല്പിച്ചു കൂട്ടിയാലും, അതെല്ലാം പുറത്ത് മോടി പിടിപ്പിച്ച് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സംഭവം ചോദിക്കും, എടാ നീ തെറ്റുകാരനല്ലേ, നീ വെളിയിൽ ഇങ്ങനെ നടന്നാലും നിനക്ക് ഒരു ദൈവഭയമില്ലേ? സ്വയം ചോദിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യചിഹ്നം ഉണ്ടാവും മനസ്സിൽ. ഓരോരുത്തർക്കും അറിയാം, ആരും എക്സ്റേ വെച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ മനസ്സും. എത്ര വെളിയിൽ ഞാൻ നിരപരാധിയാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ഓരോരുത്തരുടെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിലറിയാം ഞാൻ തെറ്റുകാരനാണോ, ഞാൻ ശരിയാണോ, എൻ്റെ പാത എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ചെറുതായിട്ടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബാധാദോഷം തന്നെയാണ്. ആ ചിന്തകളാണ്, ആ കുറ്റബോധമാണ് മനസ്സിനെ കാർന്നു തിന്നുന്ന രോഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊക്കെ ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ആർക്കും നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസാക്ഷിയും നിങ്ങളുടെ ചിന്തകളുമാണ് നിങ്ങൾക്ക് ബാധാദോഷമായിട്ട് മാറുന്നത്. ആ ഒരു ബോധമാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ദോഷം എന്നതിലും ശക്തമായിട്ടുള്ളത് നമ്മുടെ മനോബന്ധം തന്നെയാണ്. ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിനെ ശക്തമാക്കുമ്പോൾ ഒരു ദൃഷ്ടിയും നിങ്ങളെ തൊടാൻ വരില്ല. ഒരാളുടെ നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചീത്തയായിട്ട് ചിന്തിച്ചാൽ പോലും അത് നിങ്ങളിലേക്ക് കയറില്ല. വേറൊരാളുടെ നെഗറ്റിവിറ്റി ഒന്നും നിങ്ങളെ പിടിക്കില്ല. കാരണം മനസ്സ് ഉറച്ചു നിൽക്കുമ്പോൾ അതിന് വേറൊരു കവചമുണ്ടാകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ യഥാർത്ഥ ബാധ എന്ന് പറഞ്ഞാൽ മനസ്സിനെ തളർത്തുന്ന ചിന്തകളാണ്. പലരും പറയുന്ന ബാധ എന്ന് കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇവയൊക്കെ തന്നെയാണ്. അതായത് അമിത ഭയം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെയ്ത് എന്തിനെങ്കിലും പറ്റി അല്ലെങ്കിൽ നാളെ എന്ത് നടക്കും എന്നുള്ള ഒരു ചിന്ത, അതിലൂടെ ഭയം വരാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു തെറ്റുകാര്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു ഭയം. അയ്യോ നാളെ അവരാരെങ്കിലും അറിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ നമ്മൾ ആ തെറ്റിനെ മറച്ചു വെച്ച ഒരാളുടെ മുന്നിൽ നമ്മൾ നിരപരാധിയാന്നുള്ള ആ ഒരു ഇമേജ് വരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്ന ഒരു ഉണർച്ചി. മനസ്സിലായില്ല? അപ്പോൾ അതുമൂലം എന്തൊക്കെ സംഭവിക്കുന്നത്? നമ്മൾക്ക് ഉറങ്ങാൻ പറ്റില്ല, സമാധാനമായിട്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. വീട്ടിലാരെങ്കിലും എന്തെങ്കിലും നമ്മളോട് സമാധാനമായിട്ട് ചോദിച്ചാൽ അവരോട് ആ സമാധാനത്തിൽ തിരിച്ച് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ദേഷ്യപ്പെടലായിരിക്കും, എപ്പോഴും നമ്മൾക്കൊരു വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും. എല്ലാത്തിനും ആരെങ്കിലും ഫേസ് ചെയ്യാൻ പോലും അയ്യോ അവർ കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുമോ എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ അകത്തെ ഒരു സംഘർഷമുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ജീവിതം ഇങ്ങനെയുള്ള ഒരു ആലോചനകൾ കൊണ്ട് ജീവിതം തന്നെ ഒരു ഭാരമായിട്ട് തീരും. അപ്പോഴും നാം അത് ദോഷമാണെന്ന് ചിന്തിച്ചാൽ അതിനകത്തൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇവിടെയാണ് ദൈവവിശ്വാസം നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന ശക്തിയാകുന്നത്. ഈ കഴിഞ്ഞിടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നത് കേട്ടു, ബാധാദോഷത്തിനെ പറ്റി ഒരു സുഭാഷ് പോറ്റി എന്ന് പറഞ്ഞ ഒരാളുടെ വീഡിയോ ഞാൻ കാണാനിടയായി. അത് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം. എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പറയുന്നത് ഒരു കമൻറ്റ്, ഇതിൽ സഹസ്രനാമവും ഓം നമഃ ശിവായയും ജപിച്ചുകൊണ്ടിരുന്നാൽ അത് ഞാൻ ആ വാക്ക് യൂസ് ചെയ്യത്തേ ഉള്ളെന്ന്. പക്ഷേ അതിൻ്റെ ആ ഒരു ശക്തി എന്താണെന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ല, ആ പറഞ്ഞ വ്യക്തിക്കും അറിയില്ല. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഒരു തരത്തിലുമുള്ള ആ ഒരു കലങ്ങിയ മനസ്സോ അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവോ ഉണ്ടാവില്ല. ആ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ശാന്തിയും ആത്മവിശ്വാസവും വരും. അതുതന്നെയാണ് യഥാർത്ഥ രക്ഷയെന്ന് പറയുന്നത്. ബാധ നീക്കുന്നത് ഒരു മാന്ത്രിക കർമ്മം കൊണ്ടൊന്നും നീക്കാൻ പറ്റുന്ന കാര്യമല്ല അത്.
അവിടെ നമ്മൾ ഉയർത്തേണ്ടത് നമ്മുടെ മനഃശക്തിയാണ് നമ്മൾ ഉയർത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ആ മനഃശക്തിയെ ഉയർത്തുന്നതും അത് മറ്റാരുടെയും ശക്തി കൊണ്ടല്ല. അപ്പോൾ നമ്മുടെ ആ മനസ്സ് തളർന്നു പോകുമ്പോൾ ഈ ദോഷം എന്നാണ് പലരും വിളിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ബാധിക്കുക നമ്മൾ പ്രതിദിനം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ചിന്തിച്ചില്ലെങ്കിൽ അത് നമ്മളെ ഒരു തരത്തിൽ നമ്മളെ അത് ബാധിക്കില്ല. ഈ സത്യത്തെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധാദോഷം മനുഷ്യർ ചിന്തിച്ച് ശക്തമാക്കുന്ന ഒരു ഭയമാണ്. അതിനെ തകർക്കുന്നത് മനുഷ്യൻ്റെ ആത്മവിശ്വാസവും ദൈവവിശ്വാസവുമാണ്. പലരും പറയും ഈശ്വര വിശ്വാസമുണ്ടായിട്ടും തുടർച്ചയായിട്ട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടും എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നവരുണ്ടാവും. ആ പറയുന്നവർ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ദിവസവും അമ്പലത്തിൽ പോകുന്നവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ദിനചര്യകൾ എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതശൈലി എങ്ങനെയാണ്, അതിനെപ്പറ്റി ഒന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ അതൊന്ന് നോക്കിക്കാണുക. എങ്ങനെയാണ് നിങ്ങൾ രാവിലെ ഉറക്കമുണരുന്നത് എപ്പോഴാണ്, ഉറക്കമുണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ജോലി എന്താണ്, നിങ്ങളുടെ ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഓഫീസ് വിട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഹാബിറ്റുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ കയറി ചെല്ലുന്നത്, ആ ചെന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു രീതികൾ എങ്ങനെയാണ്, വീട് എങ്ങനെയാണ് കിടക്കുന്നത്, കട്ടിൽ, മേശ അല്ലെങ്കിൽ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങളും ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ദിവസവും വീടിൻ്റെ ജനലും വാതിലുകളും ഒക്കെ തുറന്ന് ആ വായു സഞ്ചാരം വീട്ടിനകത്ത് വരാൻ ഉള്ള സാഹചര്യമുണ്ടോ, വീട്ടിലെ അലമാരിയിലെ തുണികളെല്ലാം അടുക്കിപ്പറക്കിയാണോ വെച്ചിരിക്കുന്നത്, നനച്ച തുണികൾ നിങ്ങളുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുന്നുകൂടി കിടപ്പുണ്ടോ, മുഷിഞ്ഞ് ഊരിയിട്ട ആ വസ്ത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വാരി വലിച്ച് ചിതറി ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന സമയങ്ങളിൽ, ഭക്ഷണം പാകം ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും വീട്ടിൽ ഒരു വിളക്ക് വയ്ക്കാറുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ബാധാദോഷത്തിൻ്റെ ഉത്തരം അതിലുണ്ടാവും. ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച ഈ കാലങ്ങളിൽ ഒന്നിനും സമയമില്ലാത്ത സമയമാണ്. പക്ഷെ സമയമുണ്ട്. റീൽസ് നോക്കാനും റീൽസ് ചെയ്യാനും അടുക്കളയിൽ ഇരുന്ന് ലൈവ് ചെയ്യാനും ഒക്കെ സമയമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ നിന്നെല്ലാം വെളിയിൽ വന്നതിന് ശേഷം തലമണ്ടയിലേക്ക് ഓടുന്നത് പല വിധത്തിലുള്ള ചിന്തകളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഒന്നിനും ഉത്തരം ഉണ്ടാവില്ല. പല ജീവിത സാഹചര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടപ്പുണ്ടാവും. അതിനെന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയങ്ങളിൽ ടി വിയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള റീൽസും സീരിയലും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്. അത് കാണാൻ സമയമുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നത് യൂട്യൂബിൽ ലൈവ് ഇടുക എന്നുള്ളതാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ എല്ലാത്തിലും ലൈവ് ഇടുക എന്നുള്ളതാണ്. മാക്സിമം എല്ലാ സ്ത്രീകളും ഈ ലൈവ് ഇടുന്നത് അടുക്കളയിൽ നിന്നാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്താണ് അവരുടെ ലൈവ് പ്രധാനമായിട്ടും അവരിടുന്നത്. ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് ഒരു ദൈവികമായ ഒരു കാര്യമാണ്. വീട്ടിലെ പൂജാമുറി എന്ന് പറയുന്നത് ആദ്യത്തെ പൂജാമുറി വീടിൻ്റെ അടുക്കളയാണ്. അവിടെ നിൽക്കുന്ന സ്ത്രീകൾ ആ ഭക്ഷണം പാകം ചെയ്യുന്നത്, ആ ഭക്ഷണമാണ് വീട്ടിലിരിക്കുന്ന മറ്റംഗങ്ങളും ഭർത്താവും ഭാര്യയും കുട്ടികളും എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ എത്ര പേരാണ് അങ്ങനെ ചെയ്യാറുള്ളത്? രാവിലെ കുളിച്ചിട്ട് ദൈവസ്മരണയോടെ വന്ന് ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമജപം ഇട്ട് ആ ഒരു മന്ത്രോച്ചാരണം മുഴങ്ങുന്ന സമയങ്ങളിൽ ആ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നത്, ആ ശ്രദ്ധയോടെ ആ ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിനും കുട്ടികൾക്കും കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്. നിങ്ങളുടെ ദിനചര്യകളും നിങ്ങളുടെ ജീവിതശൈലികളും മാറ്റിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് പകുതി ബാധാദോഷം നിങ്ങളിൽ നിന്ന് മാറും. ദിവസവും വീടൊന്ന് അടിച്ചു വാരിയിടുക. വീട്ടിൽ ദിവസവും മുടങ്ങാതെ ഒരു ദീപം വയ്ക്കുക. ആ ദീപം വയ്ക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് ദീപം വയ്ക്കണം.
ഈ നല്ലെണ്ണ എന്ന് പറയുന്നത് വീടിൻ്റെ എല്ലാ ആ വീടിൻ്റെ ചുറ്റുപാടിലുള്ള എല്ലാ അണുക്കളെയും വൈറസുകളെയും നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ളതാണ് ഈ നല്ലെണ്ണയ്ക്ക്. ഈ നല്ലെണ്ണയിൽ ഒരു പഞ്ഞിത്തിരി ഇട്ട് ദിവസവും വീട്ടിൽ ഒരു ദീപം വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു നെഗറ്റീവ് എനർജിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ബാധ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വലിയൊരു തിരിച്ചടിയാണ്. അത് ചെയ്യാൻ എത്ര പേർക്ക് സമയമുണ്ട്? ജോലിക്ക് പോകുന്ന തിരക്കിൽ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന വീട്ടു സാധനങ്ങളെല്ലാം ഒന്ന് അടുക്കും ചട്ടിയോടും വയ്ക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഒരു വൈകുന്നേര സമയത്തല്ല, പകൽ സമയങ്ങളിൽ നല്ല ഈ കാറ്റും വെളിച്ചമുള്ള സമയങ്ങളിൽ ആ വീടിൻ്റെ ജനലും വാതിലുകളും എല്ലാം ഒന്ന് തുറന്നിട്ട് ആ വായുസഞ്ചാരം ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എത്ര പേർക്ക് സമയമുണ്ട്? അപ്പോൾ അതൊക്കെ ആലോചിക്കുക. നമ്മളുടെ ജീവിതശൈലി തന്നെയാണ് നമ്മൾക്ക് ബാധാദോഷം. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഈ ബാധാദോഷത്തിനും ഈ പരിഹാരവും അല്ലെങ്കിൽ ഈ മന്ത്രവാദവും പറഞ്ഞു തരുന്നവരുടെ ദിനചര്യകൾ എങ്ങനെയായിരിക്കും? അവർ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ അവർ ജീവിതത്തിന് അവർക്കൊരു ചിട്ടയുണ്ടായിരിക്കും. ആ ചിട്ടയോടെയുള്ള ജീവിതശൈലി കൊണ്ടുപോകുന്നവരായിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വ്യക്തികൾ എങ്ങനെയാണ് അവർ ഇത്ര പവർ ആർജിച്ചതെന്നുള്ള ഒരു ഒബ്സർവേഷൻ മൈൻഡ് നിങ്ങൾക്കുണ്ടാവണം. അവരുടെ ജീവിതചര്യ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളവിടെ നോക്കേണ്ടത്. തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ ഒന്നിനും സമയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പണം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയോടെ, പണം നമ്മുടെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പക്ഷേ പണം മാത്രം നമ്മൾക്ക് സമാധാനം തരില്ല. ഈ പണം നിങ്ങൾക്ക് സമ്പാദിക്കണമെന്നുള്ള ആ ഒരു വിചാരത്തോടെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഇത് വെച്ച് നിങ്ങൾ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങൾക്ക് സമാധാനം കൊടുക്കുന്ന കാര്യങ്ങളല്ല, കൊടുക്കില്ല. അതേസമയം ആ ഒരു ഏത് വലിയ വിഷയങ്ങൾ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളിൽ നിന്ന് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ട് മാറുന്നത് പോലെ അത്ര ലഘുവാക്കി തരും നമ്മൾക്ക് ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങളുടെ ആ ശ്രദ്ധ. എപ്പോഴും അങ്ങ് അമ്പലങ്ങളിൽ കയറി ഇറങ്ങണമെന്നല്ല പറയുന്നത്, എപ്പോഴും അങ്ങ് നാമം ജപിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതശൈലി മാറ്റുക, ദിനചര്യകളെ ഒന്ന് ക്രമപ്പെടുത്തുക. ആ ദിനചര്യകളെ ക്രമപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. ദിവസവും വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന ആ ഒരു വീട്ടിൽ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും. 6 മണി മുതൽ 7 മണി വരെ എന്നുള്ള ആ ഒരു സമയം അവിടെ ആ ഒരു വീട്ടിൽ ഒരു ദീപം വെച്ച് ആ ഒരു ദൈവനാമം മുഴങ്ങേണ്ട സമയമാണത്. ആ ഒരു കാലഘട്ടത്തിനെ നിങ്ങൾ ഒരിക്കലും മാറ്റി ചിന്തിക്കരുത്. ആ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം മാറ്റി വെക്കേണ്ടത്. ഇതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീടുകളിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബാധാദോഷം നിങ്ങൾ കയറില്ല. കാരണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡിലായിരിക്കും. എല്ലാം ഒരു ശുഭമായിട്ട് നടക്കും. എല്ലാം ഒന്ന് ആ ഒരു എന്താ പറയുക, എല്ലാത്തിനോടും നമ്മൾക്കൊന്ന് പോസിറ്റീവായിട്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മുടെ ദിനചര്യകൾ അങ്ങനെയാണ്. ദൈനംദിന ജീവിതചര്യകൾ മാറുമ്പോൾ നമ്മൾക്ക് തനിയൊരു ആത്മവിശ്വാസം ഉണ്ടാകും. ഈ ആത്മവിശ്വാസത്തിലൂടെയാണ് നമ്മുടെ മനസ്സിനെ ശക്തി ആർജിച്ച് നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾക്ക് പോസിറ്റീവ് ആക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും അത് ചിന്തിക്കുക. ഒരു ബാധാദോഷങ്ങളും നമ്മളെ ഒന്നും ചെയ്യില്ല കൂട്ടുകാരെ. നമ്മുടെ ജീവിതചര്യകൾ എങ്ങനെയാണ്, ദിനചര്യകൾ എങ്ങനെയാണ്, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, ഇതെല്ലാം പറ്റി അവരവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്നെല്ലാം ഒന്ന് വെളിയിൽ വരണമെങ്കിൽ ആദ്യം വേണ്ടിയത് ഒരിടത്ത് നിങ്ങളിരുന്ന് ഒരു 5 മിനിറ്റെങ്കിലും അതിൽ തുടങ്ങണം നിങ്ങളുടെ ആ ഒരു പുതിയ തുടക്കത്തിൻ്റെ ആരംഭം. നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ മാരക രോഗങ്ങൾ പോലും മാറ്റിയെടുക്കാൻ കഴിവുള്ളതാണ് ഈ ശ്വാസം എന്ന് പറയുന്ന സംഭവം. അതില്ലെങ്കിൽ നമ്മളില്ല. നമ്മുടെ ഈ ശ്വാസം അമിതമായ ആശങ്ക, ഭയം, ചിന്തകൾ, കുശുമ്പ്, പൈശന്യം അങ്ങനെയൊക്കെ പറയത്തില്ലേ, ഇതൊക്കെയാണ് ബാധകളെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ വേഗത ഭയങ്കരമായിട്ടാണ് നമ്മളെ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾക്ക് മറ്റു പല നെഗറ്റീവ് എനർജികൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടക്കുന്നത്. അതുകൊണ്ട് ശ്വാസത്തെ നിയന്ത്രിക്കുക. ഈ രാവിലെയൊക്കെ ഉറക്കം എനിക്ക് നഷ്ടമാകുന്നു എന്ന് പറഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് TV കാണുകയും സെല്ല് കാണുകയും ചെയ്യുന്നതിന് പകരം നിങ്ങളിരുന്ന് ആ ഒരു ശ്വാസത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു നാമജപം ചൊല്ലി നോക്ക്. നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുന്നതായിട്ട് തോന്നും.
എപ്പോഴും ആ ഒരു ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിൽ പലരും ആത്മീയതയെന്ന് പറയുന്നത് ഈ പരിഹാരം ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആണ് ആത്മീയമായിട്ട് കണക്കാക്കുന്നത്. ഒരിക്കലുമല്ല. ഈ ആത്മീയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാൻ നമ്മൾ ഈ ശ്വാസത്തെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ലഘുവായിട്ട് മാറുകയും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾക്ക് നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം എന്നൊരു തിരിച്ചറിവുണ്ടാകുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു ദോഷമായ ഏത് കാര്യം നടന്നാലും അത് നമ്മുടെ കർമ്മഫലം തന്നെയാണ്. അതിനെ അനുഭവിച്ച് നമ്മളതിനെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ജീവിതത്തിൽ അടുത്തൊരു ഘട്ടം ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അതിനെ പുറന്തള്ളി എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് എനിക്ക് ഈ കഷ്ടത്തെ ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഷ്ടത്തിനെ താണ്ടി ഇന്നൊരു കുഴിയിലേക്കായിരിക്കും ഞാൻ കാലെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. നമ്മൾക്ക് വരുന്ന എല്ലാ സുഖവും ദുഃഖവും എല്ലാം നമ്മൾ ഒരു കർമ്മഫലത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാകുന്നത്. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത രീതികളെല്ലാം മാറും. അതിന് വേണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ എടുക്കണം, ധ്യാനം, നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണം. ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുകയുള്ളൂ. ഒരു 5 മിനിറ്റിൽ തുടങ്ങട്ടെ. ഒരു 5 മിനിറ്റ് നിങ്ങൾ തനിയേ ഇരുന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിനെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിനെയും നേച്ചുറലായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും ഇളുത്ത് വിടേണ്ട ആവശ്യമില്ല, വലിച്ച് ശ്വാസം വിടേണ്ട ആവശ്യമില്ല. എപ്പോഴും സാധാരണമായിട്ട് നമ്മൾ എടുക്കുന്ന ആ ശ്വാസം എങ്ങനെയാണ് അകത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്നതും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ടാകും. അതാണ് ആ ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. ഏത് ജാതി മതസ്ഥരായിരുന്നാലും എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒരു കാര്യമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ശ്വാസം. ഈ ശ്വാസത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുകയുള്ളൂ, സത്യാവസ്ഥകളെല്ലാം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ബാധാദോഷങ്ങളെയും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ ബാധാദോഷങ്ങളും മാറ്റണമെങ്കിൽ നമ്മുടെ ദിനചര്യയും ജീവിതശൈലികളും നമ്മുടെ ഭക്ഷണ രീതികളും ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ബാധാദോഷവും ഉണ്ടാവില്ല. എല്ലാവരും ശ്വാസത്തെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.